2026 കന്നിക്കൂറുകാരുടെ വിഷുഫലത്തെ പറ്റിയാണ് പറയുന്നത്. ഇവരുടെ രാശി അധിപൻ ബുധൻ ആണ്. കന്നിക്കൂറുകാരെ പറ്റി പറയുമ്പോൾ ഇവർ പൊതുവെ സൗന്ദര്യമുള്ളവരും കലാവാസനയുള്ളവരുമാണ്. വാക്സാമർത്ഥ്യം ഉള്ളവരാണ്. അലങ്കാരപ്രിയരും വിദ്യാഗുണം ഉള്ളവരുമാണ്. ഗണിതശാസ്ത്രത്തിൽ താല്പര്യമുള്ളവരും അധ്യാപകനാകുവാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ അധ്യാപകനാവുകയോ ചെയ്യുന്നവരായിരിക്കും ഇവർ. ബന്ധുക്കളും സ്നേഹിതന്മാരുമായി അടുപ്പമുള്ളവരായിരിക്കും. എല്ലാവരുമായി സൗഹാർദ്ദത്തിൽ പോവാൻ ആഗ്രഹിക്കുന്നവരാണ് കന്നിക്കൂറിൽ ജനിക്കുന്നവർ. 2026 വിഷുഫലത്തെ പറ്റി പറയുകയാണെങ്കിൽ വർഷാരംഭത്തിൽ ഇവർക്ക് അത്ര ഗുണം ഉള്ളതല്ല. എന്നാൽ ജൂൺ 2 മുതൽ ഇവർക്ക് വളരെ അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നു. വർഷാരംഭത്തിൽ വ്യാഴം 10-ലും ശനി 7-ലും അതായത് കണ്ടകസ്ഥാനത്തും രാഹു 6-ലും കേതു 12-ലും ആണ്. ഈ സമയത്ത് ഇവർക്ക് സ്ഥാനനഷ്ടം ഉണ്ടാകുവാനും ധനനഷ്ടം ഉണ്ടാകുവാനും ആരോഗ്യക്കുറവുണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട്. കാര്യനഷ്ടവും ബന്ധുജന വിരോധവും ഉണ്ടായി എന്ന് വരാം. തൊഴിൽ നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട്. പ്രതിസന്ധികളുടെ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ജൂൺ 2 വരെ ഈ ഒരു അവസ്ഥ തുടരുമെങ്കിലും ജൂൺ 2 ശേഷം വ്യാഴം ഇവരുടെ 11-ാം ഭാവത്തിലേക്ക് അതായത് ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതോടുകൂടി ഇവർക്ക് വളരെ അധികം ഗുണഫലങ്ങൾ ഉണ്ടാവുന്നതാണ്. അനുകൂലമായ ഒരു അവസ്ഥ ഈ സമയത്ത് വന്നു ചേരും. നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ജീവിതം സന്തോഷപ്രദമായിരിക്കും. ജൂൺ 2 ശേഷം നല്ല ഫലം ഇവർക്ക് കിട്ടിത്തുടങ്ങും. സാമ്പത്തികമായി പുരോഗതി, അപ്രതീക്ഷിതമായി ധനാഗമനം, ധനലാഭം, സമ്പാദ്യം എന്നിവയൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. റിയൽ എസ്റ്റേറ്റ് വഴി നേട്ടമുണ്ടാകുവാനും സാധ്യതയുണ്ട്. ബിസിനസ്സിൽ പുരോഗതി, കാർഷിക രംഗത്ത് പുരോഗതി, ആഗ്രഹ സാഫല്യം, പുതിയ സ്ഥാപനം തുടങ്ങുന്നതിനുള്ള അവസരം എന്നിവയൊക്കെ ഈ സമയത്ത് വന്നു ചേരാം. പുതിയ ജോലി ലഭിക്കുവാനോ ജോലിയിൽ ഉയർച്ച നേടുവാനോ കരിയറിൽ പ്രൊമോഷൻ ഉണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട്. സ്ഥാനലബ്ധി ഉണ്ടാവും. സ്ഥലമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കുവാനും സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടുവാനും കിട്ടാക്കടം ലഭിക്കുവാനും സാധ്യതയുണ്ട്. വ്യവഹാര വിജയം നേടുവാനും ശത്രുക്കളുടെ മേൽ ജയം നേടുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട്. വസ്തു, വീട് എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നടന്നു കിട്ടുന്നതാണ്. വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും സാധിക്കുന്നതാണ്. നിന്നുപോയ കാര്യങ്ങൾ പുനരാരംഭിക്കുവാനുള്ള അവസരം ഉണ്ടാവുന്നതാണ്. കുടുംബസ്വത്ത്, പ്രധാനമായും അമ്മ വഴിയുള്ള കുടുംബസ്വത്ത് ലഭിക്കുവാനും ഈ സമയത്ത് ഇവർക്ക് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠന മികവ് ഉണ്ടാകുവാനും ഉപരിപഠനത്തിൽ ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലമാകുവാനും സാധ്യത കാണുന്നു. മത്സര പരീക്ഷയിൽ മെച്ചപ്പെട്ട വിജയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളെ കൊണ്ട് പൊതുവെ സന്തോഷിക്കുവാൻ അവസരം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്നതാണ്. ശനി അതിൻ്റെ കണ്ടകസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഈ വർഷം മുഴുവനും ശനി കണ്ടകസ്ഥാനത്ത് ആയതുകൊണ്ട് ചില പ്രയാസങ്ങളൊക്കെ വന്നേക്കാം. ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം കിട്ടാതെ വരികയും ചില പ്രതിസന്ധികളുമൊക്കെ വരുവാനും സാധ്യതയുണ്ട്. എങ്കിലും 7-ാമിടത്ത് ശനി ഉള്ള ഈ സമയത്ത് തന്നെ ജൂൺ 2 മുതൽ വ്യാഴം ഇവരുടെ അനുകൂല ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ടും മാത്രമല്ല വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയിൽ ഉള്ളതുകൊണ്ടും ഇവർക്ക് പറയത്തക്ക പ്രയാസങ്ങളും വിഷമങ്ങളും ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എങ്കിലും ലൈഫ് പാർട്ട്ണറുമായി സ്വരച്ചേർച്ചയില്ലാതെ നോക്കേണ്ടതുണ്ട്. പ്രണയബന്ധത്തിൽ അകൽച്ചയുണ്ടാവുകയോ അതുവഴി അപമാനമുണ്ടാവുകയോ ഒക്കെ ചെയ്യുവാൻ സാധ്യതയുണ്ട്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ജൂൺ 2 വരെ അതിന് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം. ഉചിതമല്ലാത്ത കൂട്ടുകെട്ട് വഴി ഇവർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. വിദേശവാസത്തിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്നതാണ്. ഈ സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കമില്ലാതെ നോക്കേണ്ടതാണ്. വാക്കുപിഴവ് സംഭവിക്കാനും അതുവഴി ബന്ധത്തിൽ
ഉലച്ചിൽ ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ വ്യാഴം 11-ൽ വരുമ്പോൾ ഈ അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാവുകയും ഗുണഫലങ്ങൾ കൂടിക്കിട്ടുകയുമാണ്. പൊതുവെ പറഞ്ഞാൽ വർഷാരംഭത്തിൽ ഇവർക്ക് അത്ര ഗുണകരമല്ല എങ്കിലും ജൂൺ 2-ന് ശേഷം ഇവർക്ക് വളരെ അധികം ഗുണം ലഭിക്കുന്ന ഒരു സമയമാണ്. ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനും ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനുമായി വിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഗുണം ചെയ്യും. ശിവക്ഷേത്ര ദർശനവും ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുന്നതും ശാസ്താവിനെ ഭജിക്കുന്നതും ദേവീക്ഷേത്ര ദർശനം ഗണപതി പ്രീതി വരുത്തുകയും ഒക്കെ ചെയ്താൽ ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുകയും ഗുണഫലങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ ലഭിക്കുകയും ചെയ്യുന്നതാണ്.